കൊച്ചി കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിലാണ് നിയന്ത്രണം വിട്ട കാർ വഴിയാത്രക്കാരനെ ഇടിച്ചുകൊണ്ട് വലിയൊരു അപകടമുണ്ടായിരിക്കുന്നത്. സ്റ്റേഡിയം ഭാഗത്തു നിന്ന് കത്രിക്കടവ് ഭാഗത്തേക്ക് സ്റ്റേഡിയത്തിന് പുറകിലുള്ള ലിങ്ക് റോഡിലൂടെ പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ടത്. തൊട്ടടുത്തുള്ള വൈദ്യുതി പോസ്റ്റിലടക്കം ഇടിച്ചായിരുന്നു കാർ വഴിയിലൂടെ നടന്നു പോയ ഒരു കാൽനട യാത്രക്കാരനെയും ഇടിച്ച് പരിക്കേൽപ്പിച്ചത്. കാൽനട യാത്രക്കാരന് ഗുരുതര പരിക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്ത് ആളെ തിരിച്ചറിയാനാകാത്ത വിധം ചോരയൊലിപ്പിച്ച് കിടക്കുകയായിരുന്നു. പിന്നീട് ശബ്ദം കേട്ട് ഓടിയെത്തിയ ആളുകളാണ് ഈ ഗുരുതരാവസ്ഥയിലായ ആളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. കാറിനകത്തുണ്ടായിരുന്ന ആളുകൾക്ക് സാരമായ പരിക്കുകൾ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. കാറിന്റെ എയർ ബാഗ് അടക്കം ഓപ്പൺ ആയിട്ടുണ്ട്. കാറിനകത്തേക്ക് വലിയ ആഘാതമുള്ളതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നില്ല. ഈ ദൃക്സാക്ഷികൾ പറയുന്നതും ഈ കാറിനകത്തുണ്ടായിരുന്നവർക്ക് വലിയ പരിക്കുകളില്ല, കയ്യിൽ ചെറിയ മുറിവുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റു പരിക്കുകളില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കാറിന്റെ മുൻവശം പൂർണ്ണമായും തന്നെ തകർന്നു കിടക്കുന്നുണ്ട്. മറ്റൊരു സ്ഥാപനത്തിന് മുന്നിലേക്കായിരുന്നു ഈ കാർ ഇടിച്ചു കയറിയിരിക്കുന്നത്. സ്റ്റേഡിയം ഭാഗത്ത് നിന്ന് കത്രിക്കടവ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ടുകൊണ്ട് ഈ പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി പിന്നെ ശേഷം ആ കാൽനട യാത്രക്കാരനെയും ഇടിച്ച് മറ്റൊരു സ്ഥാപനത്തിന്റെ മുന്നിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത്. ഈ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അപകടത്തിൽപ്പെട്ടത്. ഈ കാൽനട യാത്രക്കാരൻ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥാപനത്തിലുള്ള ആളാണ് എന്നാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത്. ആളെ പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ചോരയൊലിപ്പിച്ച നിലയിലായിരുന്നു ആൾ ഉണ്ടായിരുന്നത്. വണ്ടി ഭയങ്കര സ്പീഡായിരുന്നു. ആളെ ഇവിടെ ഇടിച്ചു തെറിപ്പിച്ച ആളെ ആ ബമ്പറിന്റെ മേളിൽ കിടക്കുമായിരുന്നു. ചോര വാർന്ന് കണ്ണൊക്കെ പുറത്തേക്ക് ആയിരിക്കും. ആളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആളെ തിരിച്ചറിയാൻ പറ്റുന്നായിരുന്നില്ല. ഇവിടുത്തെ സ്റ്റാഫായിരുന്നു തോന്നണം. നന്നായി ചോരയൊലിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലാണല്ലോ. ഭയങ്കര ഗുരുതരാവസ്ഥയിലാണ്. ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട് ആംബുലൻസ് വന്ന് അപ്പൊ തന്നെ ആംബുലൻസ് ആശുപത്രിയിൽ. കാറ് വേഗതയിലായിരുന്നു. കാറ് വേഗതയിലായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അമ്മമാര് അതിൽ ഇടിച്ചു തെറിപ്പിച്ച് അങ്ങനെ പോവില്ലോ. 2 പോസ്റ്റ് ഇടിപ്പിച്ചെറിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഭയങ്കര സ്പീഡായിരുന്നു, ഓവർ സ്പീഡായിരുന്നു. ഈ കാറ് വേഗത്തിലാണ് വന്നത് എന്ന് ആ കാറിനകത്തുണ്ടായിരുന്ന ആളുകൾ തന്നെ പറഞ്ഞു എന്ന് ചില ദൃക്സാക്ഷികളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിവേഗത്തിൽ വന്ന കാറാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് അടക്കം പറയുന്നത്. ഈ കാറ് സ്റ്റേഡിയം ഭാഗത്തുനിന്ന് കത്രിക്കടവ് ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് വഴിയാത്രക്കാരനെ ഇടിച്ചുകൊണ്ട് തൊട്ടടുത്ത പോസ്റ്റും ഇടിച്ചു മറിച്ചിട്ട് വേറൊരു സ്ഥാപനത്തിന്റെ മുന്നിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത്. ഈ പരിക്കേറ്റ ആളുടെ നില ഗുരുതരമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്.